ഹലോ, ഉത്തരാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊച്ചിയിൽ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ പോയതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ, എല്ലാ സ്ഥലങ്ങളുടെയും കൂടെ കോർത്തെനിക്കിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യൂ. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻസായി രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ശങ്കരാചാര്യരുടെ കാലടിയിൽ പോയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അവിടെ നിന്നും അധികം വീഡിയോസൊന്നും എടുക്കാനില്ല. പിന്നെ ഈ കാണുന്നത് പുതുവൈപ്പിനിലെ ലൈറ്റ് ഹൗസാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും പിന്നെ കുഞ്ഞു വീഡിയോസും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവിടുത്തെ ഉമ്മറത്തെ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. ഫ്രണ്ട് വ്യൂ ആണ്. ഇതാണ് ലൈറ്റ് ഹൗസിലേക്ക് കയറുന്ന സ്റ്റെപ്സ്. ലൈറ്റ് ഹൗസിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴൊരു ചെറിയ വ്യൂ ആട്ടോ. മാങ്ങ കണ്ടോ, ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ഒറ്റ മാങ്ങയാണ്, നല്ല ഗുണ്ടായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കണം. കണ്ടോ, നല്ല രസമല്ലേ? എനിക്കിഷ്ടമായപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ എടുത്തതാട്ടോ. ഇതാ ലൈറ്റ് ഹൗസിൻ്റെ ജനലിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. കടലും ചെറിയൊരു തോടും എല്ലാം കൂടെ ഉള്ളത്. ണ്ടേ വെയിലിൽ ചെറിയതായിട്ട് ഇത് കാണുന്നുണ്ട്. കൊച്ചിൻ പുതുവൈപ്പിൽ ലൈറ്റ് ഹൗസിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. ആ കാണുന്നത് ബീച്ച് കണ്ടോ, ബീച്ച് ഇങ്ങനെ കാണാം. കണ്ടോ, ശരിക്കും നല്ല അഗാധമായിട്ട് കാണുന്നുണ്ട് ബീച്ച്. ഇത് നമ്മുടെ ബോച്ചയുണ്ടല്ലോ, ബോച്ചയുടെ കള്ള് ഷോപ്പാണ് കേട്ടോ. കള്ള് ഷോപ്പ് പറഞ്ഞാൽ പേടിക്കേ വേണ്ട കേട്ടോ. മറഡോണ ഹട്ട് എന്നാണ്. അവിടെ നല്ലൊരു നാടൻ രീതിയിലുള്ളൊരു ഹോട്ടലാണ്. പിന്നെ കള്ളും കിട്ടുന്നു മാത്രം. കള്ള് വേണ്ടവർക്ക് കുടിക്കാം. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ നാടൻ ഐറ്റംസും കിട്ടും. നോൺ വെജും വെജും എല്ലാം കിട്ടും. ഞങ്ങളവിടെ പോയി നല്ല രീതിയിൽ കഴിച്ച് വന്നു. കാണാനും നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കൂ കേട്ടോ. കള്ള് ഷോപ്പാണെന്ന് പറയുന്നു മാത്രമേ ഉള്ളൂവെങ്കിലും കാഴ്ചയ്ക്കൊന്നും തോന്നിക്കേ ഇല്ല. കണ്ടാൽ പ്രത്യേകം അറിയാം. അങ്ങനെ ഞങ്ങൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കള്ള് ഷോപ്പിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു. നല്ല ഫുഡായിരുന്നു കഴിച്ചത്. ഞാൻ പാൽക്കപ്പയാണ് കഴിച്ചത്. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ്. പക്ഷെ ഞാൻ അധികം ഫോട്ടോസൊന്നും എടുത്തില്ല, വീഡിയോസൊന്നും. ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ പോയതിൻ്റെ ഫോട്ടോ ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇത് ഞങ്ങൾ പറവൂർ പോയി കേട്ടോ. പറവൂർ പോയിട്ട് അവിടെ തേങ്ങങ്ങൾക്ക് ഒരു വീവി ഇതിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അവിടെ ഒന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. അന്ന് അവരുടെ നെയ്റ്റൊക്കെ ഒരുവിധം കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ യൂണിഫോം തെറ്റിയാണ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ചർക്കയും ഒരു ഉപയോഗിക്കുന്ന നൂലുകളും അതൊക്കെ കൊണ്ടുപോകുന്നു. അതും കൂടെ ഒന്ന് കുറച്ച് പകർത്തി മോളിലുണ്ട്. അവിടെ യൂണിഫോം ചെയ്യുന്നുണ്ട്.
സുവർണത്രയീശ ക്ഷേത്രത്തിൽ പോയി അതോടെ അവസാനിച്ചു. അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ കേട്ടോ.